എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ ശരാശരി ഒരു മാസം മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തട്ടുന്ന കുറച്ച് വാക്കുകൾ ഒരു വ്ളോഗറുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ പറയട്ടെ, സാധാരണക്കാരായ കുറേ പാവങ്ങൾ രോഗം വന്നിട്ടും ഭർത്താവില്ലാതായിട്ടും ഉള്ള സ്ത്രീകളും കുറേ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ കുറേ അവശത അനുഭവിക്കുന്ന ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയെന്നൊക്കെ ഉള്ള മെസ്സേജൊക്കെ ഞാൻ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം നമുക്ക് ആരോഗ്യപരമായിട്ട് മറ്റൊരു വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ യൂട്യൂബിൽ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് അയ്യോ എത്ര റിസ്ക് ആണെന്നറിയോ, എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെന്നറിയോ. അത് ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. മറ്റ് കാഴ്ചക്കാർക്ക് തോന്നും ഓ എന്ത്, പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു റവന്യൂവിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. മോണിറ്റൈസേഷൻ്റെ അങ്ങോട്ട് എത്താൻ തന്നെ എന്ത് പാടുപെടണം എന്നറിയാമോ. അപ്പോൾ അതേമാതിരി പാടുപെട്ടിട്ട് വയ്യാത്ത അവസ്ഥയിലൊക്കെ ആളുകളെ രോഗം വന്നിട്ടും ഈ ആശുപത്രി ചിലവും കാര്യങ്ങളും ഒക്കെ, എന്നാലും അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വരുമാനം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ദൈവം തന്നെയായിരിക്കാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്ക്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു വ്ളോഗറുണ്ട്. ആളുടെ പേര് ഈ ഹേമ കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ആൾക്ക് ഭയങ്കര ചാകരയായിരുന്നു. യൂട്യൂബിൽ എപ്പോൾ ഞാൻ നോക്കിയാലും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒരാളുടെ കണ്ടുപോയാൽ അറിയാലോ, ഓട്ടോമാറ്റിക്കലി പിന്നെ അങ്ങോട്ടിട്ടാണ് വീഡിയോ തന്നെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഈ ഹേമ കമ്മീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ടി വിയിലല്ലോ, അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം അതിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ആ സമയത്ത് ഒരു ത്വരയുണ്ടല്ലോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപോയി. ഒരു ഓഫീസ് റൂമാണ്. എനിക്ക് തോന്നുന്നു ഡ്രസ്സ് കണ്ടിട്ട് ഒരു വക്കീലാണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെയാണേ. അപ്പോൾ അത് വക്കീലാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിരുന്നത്. പക്ഷെ ആൾക്കിങ്ങനെ ഇത്തിരി മസാല കലർന്ന ഇത്തിരി എരിവും കൂടിയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര അങ്ങനത്തെ വീഡിയോസ് ഇടാനാണ് താല്പര്യം. ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന ആളുടെ വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങോട്ട് വീഡിയോസ് ഇങ്ങനെ വരും, അപ്പോൾ ഞാനിത് കാണാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം എന്ന് പറയും, നമുക്ക് ഒരു യൂട്യൂബറുണ്ട്, സീതത്തോട് ഗ്രാമപഞ്ചായത്തുള്ള ഒരു ദീപ്തി ടീച്ചർ. നല്ല കുട്ടിയാണ്, ഒരു അധ്യാപികയാണ്. കാരണം സീത ടീച്ചർ എന്നാണ്, ദീപ്തി ടീച്ചർ എന്നാണ്. സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ദീപ്തി ടീച്ചർ. ആ ഭാഗത്തെ ജനങ്ങൾക്കെല്ലാം നല്ല സമ്മതിയുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ, നല്ല മോളാണ്. ഇടയ്ക്കൊന്ന് കട്ടാക്കേണ്ടി വന്നു, എൻ്റെ പേരക്കുട്ടി കൂടി വന്നപ്പോഴേ അങ്ങോട്ട് മുറിഞ്ഞു പോയി. എന്നാലും പറയണേ. അപ്പോൾ നല്ല മോളാണ് ദീപ്തി ടീച്ചർ, നല്ല കുട്ടിയാണ്. നല്ല സംസാരം, അതാണല്ലോ ഒരാളുടെ സംസാരമാണ് ആ ആളുടെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു മാനദണ്ഡം, ആൾ ഉപയോഗിക്കുന്ന ഭാഷ. അപ്പോൾ ആ ടീച്ചർ നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു മോളാണ്. അന്നേരം ഈ ടീച്ചറിനെ കുറിച്ചിട്ട് വേറെ ഏതോ ഒരു റാണി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ, ആള് ഈ ദീപ്തിയെ കുറിച്ച് മാത്രമല്ല വേറെ പല ലേഡീസിനെ കുറിച്ചിട്ടും ഇങ്ങനെ അനാവശ്യമായ കമൻറ്റുകൾ ഇങ്ങനെ ഇടുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. റാണി എന്നാണ് പേര്. അപ്പോൾ ഈ റാണി എന്ന് പറഞ്ഞ ചേച്ചി, ആ ചേച്ചിയുടെ യൂട്യൂബിലിട്ട ഒരു വീഡിയോ, അത് ഈ ദീപ്തിയുടെ എന്തോ അവിഹിത ബന്ധം, ഒരു കുട്ടി ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് ഈ സാറ് കാണാനിടയായിട്ട് അതിനെ വെച്ചിട്ട് വീഡിയോ ഇട്ടു ദീപ്തി ടീച്ചറിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ് കേട്ടോ, ഇന്നിപ്പോൾ യൂട്യൂബിൽ എല്ലാവരും അങ്ങോട്ട് കയറിയിട്ട് അവരുടെ വീട്ടിലുണ്ടാകുന്ന തുപ്പിയതും തൂറിയതും മുള്ളിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തിടുന്നതാണല്ലോ ഒരു ശീലം. പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ട് നമ്മുടെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ദീപ്തി ടീച്ചർ നല്ല നല്ല കണ്ടന്റുകൾ മാത്രമേ ഇടുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ദീപ്തി ടീച്ചറിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്.
പിന്നീടാണ് അങ്ങനെ എന്നാൽ ഇന്ന് ഈ ദീപ്തി ടീച്ചർ ആവട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. എനിക്ക് ബാക്കി അങ്ങോട്ട് കേൾക്കണം താല്പര്യം തോന്നിയില്ല. അപ്പോൾ പക്ഷേ ഇങ്ങോര് പറഞ്ഞ ഈ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വളരെ വിശാലമാണ്. ആർക്ക് എന്ത് വേണമെങ്കിലും അവരവരുടെ കഴിവ് തെളിയിക്കാൻ. നമുക്കിപ്പോൾ നാലാളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ അറിവുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒരു മൊബൈൽ ഫോണിൽ ഇരുന്നിട്ട് കൈകാര്യം ചെയ്തിട്ട് അത് യൂട്യൂബിൽ കിട്ടുക. ചിലപ്പോൾ ആളുടെ നില തന്നെ എവിടെ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സിനിമയിലേക്കൊക്കെ എത്തിയ എൻ്റെ പഞ്ചായത്ത് തന്നെയുണ്ട് പുത്തൂർ, ആവേശം സിനിമയിലെ ആ വില്ലൻ കുട്ടി, ആ മോൻ എൻ്റെ പഞ്ചായത്തിലുള്ളതാണ്. അവനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടാണ് ആ ഫിലിമിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ അതുപോലെ അവനവൻ്റെ കഴിവുകൾ സ്വന്തമായിട്ട് തെളിയിച്ച് ഓരോ പോസ്റ്റിൽ എത്തുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാമോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അവിടെ നമുക്ക് പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വയ്യാത്ത അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത, ഒരു വഴിയില്ലാത്ത, ഒരു പണി ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മഞ്ഞദേഹം അങ്ങനെ പറഞ്ഞതെന്നും അങ്ങനെ അത് അന്ന് തൊട്ട് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നതേ. ഇന്നിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് കുറേ ആളുകൾ അവരുടെ കുടുംബത്ത് തുപ്പിയതും തൂറിയതും മുള്ളിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ശീലമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ സാറിനെ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ട് മാച്ചുക. കുറേ പാവങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ട് ഇതിൽ. അവർക്ക് ഈ പറഞ്ഞ മാതിരി വലിയ വലിയ VIP ഹോട്ടലുകളിൽ പോയിട്ട് ഫുഡ് കാണിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ എന്താ പറയുക, അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ടല്ലോ. അയ്യോ എനിക്ക് തന്നെ അറിയത്തില്ല പറയാനായിട്ട്. അപ്പോൾ ആ മേഖലകളിലൊന്നും കൈവയ്ക്കാനോ അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കുറേ ആൾക്കാരുണ്ടെന്നീ നമ്മുടെ നാട്ടിൽ. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് യൂട്യൂബിൽ ഇട്ടോട്ടെ, അത് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ മനസ്സുള്ള കുറേ സന്മനസ്സുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. ഈ നാട്ടിൽ തന്നെയല്ല, വിദേശത്തിരുന്നിട്ടൊക്കെ അങ്ങനെ ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടോട്ടേന്നേ. അതിന് സാറിനെ പോലെയുള്ള നല്ല നല്ല കണ്ടന്റുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നല്ല ആളുകൾ അങ്ങനെയുള്ളത് യൂട്യൂബിലിടൂ. ഞങ്ങൾക്കൊന്നും അതിലൊരു പരാതിയില്ല. നല്ലതൊക്കെയാണെങ്കിൽ ഞങ്ങളൊക്കെ കാണും. അത് എത്രയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിൻ്റെ കുറേ ഭാരം അങ്ങോട്ട് ഒഴിവായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.